كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد സുരക്ഷിതമായ ഈ ഭൂമിയെ നടിച്ച് പൊളിച്ചു കളയുന്നതാണ്. وجاء ربك والملك صفا صفا ലോകത്തിന്റെ രക്ഷിതാവും മലക്കുകളും അന്ന് കടന്നു വരുന്നതാണ്. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുന്നതാണ്. അന്ന് മനുഷ്യൻ പറയുന്നതാണ് യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഖദ്ദംതു ലിഹയാതി എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂതിഖു വസാഖഹു അഹദ് അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു പിടിക്കുന്നത് പോലെ ഒരാളും തന്നെ പിടിക്കുകയില്ല. ഭയാനകമാണ് സഹോദരങ്ങളെ ആ ദിവസം. ആ ദിവസത്തിൽ ചില വിഐപികൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാശറയുടെ ഭയാനകതയിൽ ലോകത്തിന്റെ മനുഷ്യ സഞ്ചയം മുഴുവൻ നിൽക്കുമ്പോ ഒരാൾക്ക് പോലും ഒന്നും മിണ്ടാതെ ധൈര്യമില്ലാതിരിക്കുമ്പോ ചില ആളുകളെ പടച്ച തമ്പുരാൻ സംരക്ഷിച്ച് അവന്റെ പരിശുദ്ധമായ അർശിന്റെ തണലിൽ മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുത് ചില ആളുകളെ പടച്ച തമ്പുരാൻ 70,000-ഓളം വരുന്നൊരു വിഭാഗത്തെ വിചാരണ പോലുമില്ലാതെ ആ മഅ്ശറ നിവാസികൾക്കിടയിലൂടെ അതിവേഗത്തിൽ അവർ സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അവരിലൊക്കെ ഉൾപ്പെടാൻ, ആ മഹാഭാഗ്യം ഒന്ന് ലഭിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മഅ്ശറയിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടിയാണ് പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തു തഹ്രീമിൽ നരകത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. സത്യവിശ്വാസികളെ, സ്വന്തത്തെയും കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നരകത്തിൽ നിന്ന് പച്ച മനുഷ്യരാണ് അവരെ കത്തിക്കപ്പെടുന്നത്, കല്ലുകളാണ് അവിടെ ഇന്ധനമാക്കപ്പെടുന്നത്. തീർന്നില്ല. വൽ മലായികതു ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പരുപരുക്കന്മാരായ, കരുണയെന്ന സിഫത്ത് കൊടുത്തിട്ടില്ലാത്ത പരുപരുക്കന്മാരായ മലക്കുകൾ അവിടെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹ് എന്ത് ശിക്ഷ നടപ്പാക്കാൻ കൽപ്പിച്ചാലും അവരത് നടപ്പാക്കാതിരിക്കുകയില്ല. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബുൻ മുഖീം. ഓരോ നിമിഷവും അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിന്റെ സുരക്ഷാ വലയം ഭേദിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. വലഹും അദാബുൻ മുഖീം, നിലനിൽക്കുന്നതായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് അവിടെ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ സൗഫ നുസ്ലീഹിം നാറാ, അവർ നരകാഗ്നിയിൽ കരിയുന്നതാണ്. കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ.
ഓരോ തൊലിയും കത്തി നശിക്കുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹ് പറയും, അനുഭവിക്കുക, ഇന്നക അൻതൽ അസീസുൽ കരീം, നീ വലിയ മാന്യനായിരുന്നു, പ്രതാപിയായിരുന്നു, എന്റെ ആയത്തുകൾ അംഗീകരിക്കാൻ നിനക്ക് അഹങ്കാരമായിരുന്നു, അതുകൊണ്ട് നീ അനുഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ആയത്തുണ്ടല്ലോ, സൂറത്തു നിസായിലെ ഈ ആയത്ത് അത്ഭുതമാണ്. എന്തിന് അല്ലാഹു അവരുടെ തൊലിയെ കുറിച്ച് പറഞ്ഞു? എന്തൊക്കെ പറയാം. അവരുടെ തലച്ചോറിന് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ എല്ലുകൾക്ക് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ മാംസങ്ങൾക്ക് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ വയറിന്റെ അകത്തേക്ക് അഗ്നിനാളങ്ങൾ ഇരച്ചു കയറുമെന്ന് പറയാം. അതൊന്നും പറയാതെ പടച്ച തമ്പുരാൻ അവിടെ പറഞ്ഞത്, തൊലികൾ കത്തി നശിക്കുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്ത് അവരെ ശിക്ഷിക്കുമെന്നാണ്. ഡെർമറ്റോളജിയിൽ ഇന്നും ഒരു വലിയ അത്ഭുതമായി നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവന. ഖുർആനിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ആ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ് ഈ പരിശുദ്ധമായ ആയത്ത്. ഇതിൽ വളരെ വ്യക്തമായി അല്ലാഹു ആലിമുൽ അല്ലാമായ റബ്ബിനറിയാം, 2018 ജീവിക്കുന്ന ഡെർമറ്റോളജിസ്റ്റിനും മാതൃകയാവേണ്ടതുണ്ട് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ വായിക്കുമ്പോ അറിവ് നേടിയ ഡെർമറ്റോളജിസ്റ്റിന്റെ ഹൃദയവും മാറണം എന്ന ഉദ്ദേശം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊലിക്കാണ് തീയെ സെൻസ് ചെയ്യാനുള്ള കഴിവ് എന്ന് അറിയുന്ന പടച്ച റബ്ബ് അന്നത് പറഞ്ഞു. മുഹമ്മദ് നബിക്ക് അറിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ തൊലിയുടെ പുറത്തെ ലെയർ കത്തി നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കോ നമ്മുടെ ഇറച്ചിക്കോ നമ്മുടെ പേശികൾക്കോ ഫയർ സെൻസ് ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് ശാസ്ത്രം മനസ്സിലാക്കിയത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ, നിങ്ങൾക്കറിയോ, തീ കൊണ്ടുള്ള ശിക്ഷ പടച്ചോൻ പരലോകത്തേക്ക് മാറ്റിവെച്ചത്. വെള്ളം കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ, കാറ്റ് കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ, ശബ്ദം കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ. വെള്ളം കൊണ്ടാണ് നൂഹ് നബിയുടെ ഖൗമിനെ ശിക്ഷിച്ചത്, ശബ്ദം കൊണ്ടാണ് തമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്, കാറ്റ് കൊണ്ടാണ് ആദ് ഗോത്രത്തെ നശിപ്പിച്ചത്, മഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായമുണ്ട്, പ്രാണികൾ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമുദായമുണ്ട്, രോഗങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായമുണ്ട്. പക്ഷേ അഗ്നി കൊണ്ടുള്ള ശിക്ഷ റബ്ബ് പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. നിങ്ങൾക്കറിയോ എങ്ങനെയാണ് തീ പിടിച്ചിട്ട് മരിക്കുന്നത്? അഗ്നി പുറത്ത് തട്ടുമ്പോ എങ്ങനെയാണ് ഇന്റേണൽ ഓർഗൻസിന് ക്ഷതം സംഭവിക്കുന്നത്? തീ പിടിച്ചൊരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു ത്രെഷോൾഡ് ഉണ്ട്, വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് വേദന എത്തിക്കഴിഞ്ഞാൽ ശരീരം ഷോക്കായി മരിക്കും. ആ വേദന താങ്ങാൻ കഴിയാതെയാണ് ശരീരം അതിന്റെ പ്രവർത്തനങ്ങൾ നിലപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇതേ വേദന തന്നെയാണ് നാളെ മാശറയിൽ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ ഭൂമിയിൽ ആ വേദന താങ്ങാതെയാവുമ്പോ മരിക്കുക എന്നൊരു പ്രക്രിയ അല്ലാഹു ഉണ്ടാക്കി. പക്ഷേ നാളെ നരകത്തിൽ അവിടെ മരണമില്ല, അവിടെ മരണമില്ല. ദാഹിച്ചു വലഞ്ഞ നരകവാസി വെള്ളത്തിന് ചോദിക്കുമ്പോ ചുടുവെള്ളം അവന്റെ വായിലൂടെ ഒഴിച്ചു കൊടുത്ത് അവൻ കുടിക്കാൻ മടി കാണിക്കുമ്പോ അവന്റെ തലയിലൂടെ പാർന്നു കൊടുത്ത് ആ ചുടുവെള്ളത്തിന്റെ ശക്തി കൊണ്ട് അവന്റെ വയറ് പിളർന്ന ആ വെള്ളം പുറത്തേക്ക് ചാടുമ്പോഴും തലയോട്ടിയിലേക്ക് അഗ്നിനാളങ്ങൾ പ്രവേശിക്കുമ്പോഴും അവൻ മരിക്കില്ല. അപ്പോഴും അവൻ ജീവിക്കും. ആ വേദനകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും, ആ പ്രയാസങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും. സഹോദരങ്ങളെ, അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം റിസർവ്ഡ് ആണ്. ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ഉള്ളതാണ്. സകല ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും പറവകൾക്കും മത്സ്യങ്ങൾക്കും മനുഷ്യനും കാഫിറിനും മുസ്ലിമിനും എല്ലാവർക്കും പടച്ച തമ്പുരാൻ കരുണ വീതിച്ചു കൊടുത്തിരിക്കുന്നു ഈ ലോകത്ത്. എന്നാൽ നാളെ പരലോകത്തെത്തിയാൽ പടച്ച തമ്പുരാന്റെ കരുണ റിസർവ്ഡ് ആണ് സഹോദരങ്ങളെ. ആ റിസർവേഷനിൽ പുറത്തുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമില്ല, അവർ തിരിഞ്ഞു നോക്കപ്പെടുകയില്ല, അവർക്ക് വേണ്ടി ആരും കരയുകയില്ല, അവരോടൊന്ന്